നമുക്ക് വിശുദ്ധ ബൈബിൾ തുറക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗമാണ് ധ്യാനിക്കുന്നത്. 1 John chapter 3 verse 8, അതിൻ്റെ ഒടുവിലത്തെ ഭാഗം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ പ്രത്യക്ഷമായതിൻ്റെ ഉദ്ദേശത്തെ വേദപുസ്തകത്തിൻ്റെ വിവിധ താളുകൾക്കകത്ത് പരിശുദ്ധാത്മാവ് കുറിച്ചിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ, ക്രിസ്തുവിൻ്റെ മാറോട് ചാർന്നിരുന്ന യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. സ്തോത്രം. പിശാച് എവിടെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ ആ മേഖലയിലൊക്കെ അഴിവ് തന്ന് നിന്നെ അനുഗ്രഹിക്കാനാണ് കർത്താവ് പ്രത്യക്ഷനായത്. സ്തോത്രം. പിശാച് തന്ത്രശാലിയാണ്. 3-ാം സ്വർഗം വരെ പോയ പൗലോസ്ലീഹ പറയുക, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അപ്പം സാത്താൻ തോൽപ്പിക്കാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് എഴുതുക, ആ സാത്താൻ നിങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല? തോൽപ്പിക്കാൻ പാടില്ല. സ്തോത്രം. കാര്യം അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങളെപ്പോഴും ജയിച്ചിരിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അപ്പോൾ സാത്താൻ നമ്മളെ എന്ത് ചെയ്യരുത്? തോൽപ്പിക്കരുത്. തോറ്റോന്ന് ചോദിച്ചാൽ ചിലർ തൊപ്പിയിട്ട് കിടക്കുക. ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം, നീ തോക്കരുത്, ശത്രുവാ തോക്കണ്ടേ. അപ്പം സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയാം, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അതിനർത്ഥം എന്തുവാ? അവൻ നിൻ്റെ കുടുംബത്തെ തോൽപ്പിക്കുന്നത് നിൻ്റെ വീട്ടിൽ ബോംബിട്ടൊന്നുമല്ല, ചെറിയ ചെറിയ സാത്താന്യ തന്ത്രങ്ങൾ. സ്തോത്രം. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഒരു തന്ത്രം ഇട്ടാൽ മതി, ഒരായുസ് മുഴുവൻ നിന്നടിച്ചോളൂ. കല്യാണമൊക്കെ നടത്തുമ്പം ഞങ്ങൾ പുരുഷനോടും സ്ത്രീയോടും പറഞ്ഞു കൊടുക്കണം, നമ്മുടെ സഭ വലുതായതുകൊണ്ട് എല്ലാ ആഴ്ചയും 2-3 കല്യാണം കാണും. ഇഷ്ടംപോലെ കല്യാണം നടത്തി ഇവിടുത്തെ പാസ്റ്റർമാരൊക്കെ എന്നും കല്യാണം നടത്താം. കല്യാണം നടത്തുമ്പോൾ ഭാര്യയോടും ഭർത്താവിനോടും പറയുന്നൊരു കാര്യമുണ്ട്. ഭാര്യമാരോട് ഞാൻ സഭായോഗത്തിലും പറയുക, ഒരു ഭർത്താവിൻ്റെ അകത്ത് ഒരു രാജാവും ഉണ്ട്, ഒരു യോദ്ധാവും ഉണ്ട്. രാജാവും ഉണ്ട്, യോദ്ധാവും ഉണ്ട്. യോദ്ധാവിനെ ഉണർത്തുവാന്നേ ഒരു ജന്മം മുഴുവൻ അടിയാ. പക്ഷെ രാജാവിനെ ഉണർത്തിയാൽ രാജ്ഞിയായിട്ട് എന്നും ജീവിക്കാം. ആരെ ഉണർത്തണമെന്നും നിങ്ങൾ തീരുമാനിച്ചോണം. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നൊരു സാരത്തിലേക്ക് വരിക. അപ്പം സാത്താൻ ഭയങ്കര തന്ത്രശാലിയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും സാത്താന്യ തന്ത്രം കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുക, അതിനെ അഴിക്കാനാണ് ഞാൻ പ്രത്യക്ഷനായത്. ഇനി ബൈബിളിൽ പറയുന്നൊരു വെളിപ്പാടാണ്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ പോ പിശാച് എന്ന് ശാസിച്ചുകൊണ്ട് നടക്കുവല്ല. പിശാചിന് നീ ഒരു ഭീഷണിയാകണമെങ്കിൽ നിൻ്റെ ഹൃദയം വചനത്തിൻ്റെ സമൃദ്ധിയാൽ നിറയണം. എല്ലാം നടക്കേണ്ടത് ഹൃദയത്തിലാണ് പ്രക്രിയ നടക്കേണ്ടത്. ഒരു ദൈവവൈദ്യൻ്റെ ഹൃദയം ദൈവവചനത്തെ, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ചിലരെയൊക്കെ പിശാചിന് ഭയങ്കര ഭയമാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഭൂതം പോലും, പിശാച് പോലും ഒരിക്കൽ ചോദിച്ചു, ഒരു സ്കേവാ പുരോഹിതൻ്റെ പിള്ളേർ ഒരു കൊടിയ ഭൂതത്തിൻ്റെ അടുക്ക ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞു. അവനെ ഭൂതം ഈ സ്കേവാ പുരോഹിതൻ്റെ പിള്ളേരോട് പറയുക, ദേ യേശുവിനെ അറിയാം, പൗലസിനെ നല്ല പരിചയമുണ്ട്, നമ്മൾ ആരാന്നൊരു പിടിയില്ലല്ലോ. കണ്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, പല ഭൂതങ്ങൾക്കും പല പിശാചുക്കൾക്കും ദൈവത്തിൻ്റെ സ്തോത്രം ആമീൻ ശുശ്രൂഷകന്മാരെ അറിയാം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, സാത്താൻ കീഴടക്കുന്നത് തന്ത്രപരമായിട്ടാണ്. നല്ലൊരു ഉയർച്ചയിൽ നിൽക്കുമ്പോൾ നിന്നെ തന്ത്രപരമായി കീഴടക്കാൻ പോകും. അപ്പോൾ ഒന്നാമത്തെ സന്ദേശം, നിന്റെ ഹൃദയം വചനത്തിൻ്റെ സമൃദ്ധി വിട്ടുപോകരുത്. ഹലോ, ഒന്ന് കൈ കൊടുത്ത് പറ, വചനത്തിൻ്റെ സമൃദ്ധി വിട്ടുപോകരുതെന്ന് പറ. ഇന്ന് 2ാമത്തെ ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വേദപുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത്. സാത്താന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കുക. എന്താണ്? ഹൃദയങ്ങളെ കീഴടക്കുക. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം ഒരു കാരണം വെച്ചാലും പൈശാചിക ചിന്തകൾ കീഴടക്കരുത്. പൈശാചികമായ സ്തോത്രം അവസ്ഥകൾ ഒന്നും കീഴടക്കരുത്. പ്രസംഗിച്ച് വരുമ്പം കുറച്ചുകൂടെ വെളിപ്പെടുത്തി തരാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്താ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 5 ഒരു വലിയ ഉണർവ് നടക്കുക, ഒരു വലിയ റിവൈവൽ. എല്ലാവർക്കും ഇഷ്ടമല്ലേ? അല്ലേ? ഉണർവ് എല്ലാവർക്കും.
ഉണർവ് ഇഷ്ടമാണെന്ന് പറയുന്നവരെന്ന് കൈവോക്കി പിടിച്ചേ. എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഉണർവ്. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ഒരു ഉണർവ് ഉടനെ ഉണ്ടാകാനായിട്ട്. ഹല്ലേലൂയ. ഉണർവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഉണർവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജനം പാപബോധത്തോടെ കൂട്ടത്തോടെ ദൈവത്തോട് അടുക്കുന്നതാ ഉണർവ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞാൽ ഒരു യോഗം തുടങ്ങി, സ്തോത്രം, ഏതോ ഒരു സ്ഥലത്ത് ഞാൻ കേട്ടു, ഒരു പാസ്റ്റർ, സ്തോത്രം, യോഗം തുടങ്ങി. ഇപ്പം അവിടെ 3 ലക്ഷം പേരാ സഹായം കൊടുക്കുന്നത്. എത്ര പേരാ? അതൊരു ഉണർവാണ്. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അല്ല, നീ പാടിയ പാട്ട് 4 പാട്ട് കൂടുതൽ പാടുന്നത് ഉണർവാന്ന് പറയരുത്. നിനക്ക് മടുക്കുമ്പം പാടും, ഉണർവുമ്പം മടുക്കുമ്പം പാട്ട് നിർത്തും, ഉണർവ് വരുമ്പം പാട്ട് പാടും. അതുകൊണ്ട് നീ പാട്ട് പാടിയത് കൊണ്ട് ഉണർവെന്ന് ചിന്തിക്കരുത്. ഉണർവെന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടം കർത്താവിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഉണർവ്. ഒരു ദേശം മുഴുവൻ രക്ഷിക്കപ്പെട്ടു, അത് ഉണർവാണ്. ഞാനൊരു കാര്യം വിശ്വസിക്കുന്ന, ഒരു വലിയ റിവൈവൽ ഉടനെ ഉണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വലിയ റിവൈവൽ നടന്നു. റിവൈവൽ എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് രംഗപ്രവേശനം ചെയ്ത്. ഏതാ? 2-ാമത്തെ അധ്യായത്തിൽ. 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പത്രോസ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു സ്വർഗത്തിൽ പോയി പിതാവിനോട് പരിശുദ്ധാത്മാവിനെ വാങ്ങി നിങ്ങൾക്ക് പകർന്നു തന്നതാണ്. അപ്പോൾ പുത്രൻ പോയി പിതാവിൻ്റെ നിന്ന് വാങ്ങിച്ച് പകർന്നു തന്നതാണ് തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ്. അതെന്നിറങ്ങി? പെന്തിക്കോസ് നാളിൽ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. പെന്തിക്കോസ് നാളിൽ ഇറങ്ങിയ ഉടനെ നിങ്ങൾ ശ്രദ്ധിക്കണേ, പ്രാർത്ഥിക്കാനിരുന്നപ്പം, ഉണർവ് പറയുക, പ്രാർത്ഥിക്കാനിരുന്നപ്പം 120 പേരെ ഉള്ളായിരുന്നു. പ്രാർത്ഥിക്കാനിരുന്നപ്പം യോഗം കഴിഞ്ഞപ്പോൾ 3000 പേര് സ്നാനപ്പെട്ടു. എത്ര? ഞാൻ ചുമ്മാ ചോദിക്കുവാണേ, 3000 പേര് ഇപ്പോഴത്തെ കേരളത്തെ സ്ഥിതിയിൽ സ്നാനപ്പെടണമെങ്കിൽ എത്ര പേര് യോഗത്തിന് വരണം? പറ. ഞാൻ പറയുക, ഒരു 3 ലക്ഷം വന്നാലേ 3000 എന്ത് ചെയ്യത്തുള്ളൂ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ചിലർ പറയും യോഗത്തിന് വന്ന എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന സഭ നിറഞ്ഞേനേയും, എല്ലാവരും ഉണ്ടേ നിറഞ്ഞേനേയും. പക്ഷേ എല്ലാവരും വരത്തില്ല. അതിൻ്റെ കാരണം പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കലേ. എനിക്ക് ആഗ്രഹമാണ് എൻ്റെ ചേട്ടൻ വിശ്വാസത്തിൽ വരണം, എനിക്ക് ആഗ്രഹം എൻ്റെ പെങ്ങന്മാർ വിശ്വാസത്തിൽ വരണം, എനിക്ക് ആഗ്രഹം എൻ്റെ ഉപ്പാപ്പൻ വിശ്വാസത്തിൽ വരണം, എനിക്ക് ആഗ്രഹം എൻ്റെ കൂടെ പഠിച്ച ഒരു വിശ്വാസി മാറ്റണം. പക്ഷേ പിതാവ് ആകർഷിക്കാതെ വരികയല്ല. മിണ്ടുന്നില്ല. ആരൊക്കെ ഇതൊക്കെ രക്ഷിക്കപ്പെട്ടില്ല ഓർത്തോണം. നിന്നെ പിതാവ് ആകർഷിച്ചോണ്ടാണ് ഇന്നിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിന്നെക്കാട്ടി മിടുക്കും കഴിവുള്ളവർ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളപ്പം അവരെയൊക്കെ വിട്ടേച്ച് നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? നിന്നെ ദൈവത്തിന് ബോധിച്ചത് കൊണ്ടാണ്. ഈ നിങ്ങൾ നോക്കി, മനുഷ്യർ നോക്കുന്ന പോലല്ല ദൈവം നോക്കുന്നത്. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. സ്വതന്ത്രം. ഞങ്ങൾ 5 മക്കളായിരുന്നു. ഈ അപ്പന്മാരായി മക്കളുടെ കഴിവനുസരിച്ച് അവർക്ക് ഓരോന്ന് തീരുമാനിക്കുന്നത്. സ്തോത്രം. എൻ്റെ മൂത്ത മകളുടെ കഴിവനുസരിച്ച് അവളെ പഠിപ്പിക്കാൻ വിട്ടു. 2-ാമത്തെ അവളുടെ കഴിവനുസരിച്ച് അവളെയും പഠിപ്പിക്കാൻ വിട്ടു. 3-ാമത്തെ ചേട്ടൻ്റെ കഴിവനുസരിച്ച് പുള്ളിക്കാരന് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങി കൊടുത്തു. 2-ാമത്തെ ചേട്ടനെ എനിക്ക് ബിസിനസ് തുടങ്ങി തന്നു. നമുക്കതേ കഴിവുള്ളെന്ന് വിചാരിച്ചാൽ. ദാവീദിൻ്റെ അപ്പനും പറഞ്ഞു, പിള്ളേരെയെല്ലാം ചിലരെ പട്ടാളത്തിൽ വിട്ടു. ദാവീദിനോട് പറഞ്ഞു, പോയി ആടിനെ തീറ്റിക്കോടാന്ന് പറഞ്ഞു. മേളിയിരിക്കുന്ന ദൈവം പറഞ്ഞു, ഇവൻ ആടിനെ തീറ്റേണ്ടവനല്ല, രാജ്യം ഭാരം വലിക്കേണ്ടവനാണ്. ഒരാമയും വരുന്നില്ല. അപ്പം നിന്റെ അപ്പൻ തീരുമാനിച്ചതല്ല നിന്റെ ഭാവി, മേളിയിരിക്കുന്ന അപ്പൻ തീരുമാനിച്ചതാ ഭാവി. വേണ്ട. എലിശോയുടെ അപ്പം പറഞ്ഞു, നീ പോയി കാളെ പൂട്ടിക്കോടാ. 11 കാളെ പൂട്ടി 12-ാമത്തെ കാളയുടെ പറയും, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വേണം, അതുകൊണ്ട് നീ മരവടിയെ കയറി നിൽക്കാൻ പറഞ്ഞു. മേളിയിരിക്കുന്ന ദൈവം പറഞ്ഞു, വേണ്ട, ഒരുത്തൻ കാളെ പൂട്ടിക്കറി നിൽക്കുന്ന അവൻ്റെ മേൽ പുതപ്പിട്ടേര്, അവൻ ഒത്തിരി പേരെ അഭിഷേകം ചെയ്യേണ്ടവനാ. മിണ്ടുന്നില്ല. അപ്പം ദൈവം നിന്നെ ആള് തെറ്റി തിരഞ്ഞെടുത്തതല്ല, കൃത്യതയോടെ തിരഞ്ഞെടുത്തതാണ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ചോദിക്കും, തിരഞ്ഞെടുത്തതിൻ്റെ പിറ്റേ ആഴ്ച എന്നെ ഉപയോഗിക്കാഞ്ഞ് ദൈവത്തിന് സൗകര്യമില്ലായിരുന്നു. മോശെ വിളിച്ചത് 40 ലക്ഷത്തിൽ പിടിക്കുക, 80 വർഷം തമ്പുരാൻ മിണ്ടാതിരുന്നു. അവൻ ചോദിക്കുക, എൻ്റെ കർത്താവ് ഉപയോഗിക്കാൻ എന്നെ ചൊവ്വ ഉപയോഗിച്ച എന്നെ അങ്ങ് എടുത്തോണ്ട് പോയാൽ പോരെ? നിന്റെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം. നീ ഒന്ന് മിണ്ടാതിരിക്കുക. എന്താ നിനക്ക് നന്മ വരാത്തെ? ഒന്ന് മൗനമായിരിക്കുക. 80-ാമത്തെ വയസ്സിൽ ഒരു മുൾപ്പടർപ്പിൻ്റെ ദർശനം, അതവൻ്റെ വഴിത്തിരിവായിരുന്നു. ഓർത്തോണം. ദൈവത്തിന് സ്തോത്രം. നിന്നെ വിളിച്ച വിളി മറന്നിട്ടില്ല. അത് അതിൻ്റെ സമയത്ത് നടക്കും, ആ കൃത്യസമയത്ത് നടക്കും. എത്ര പേര് അതിന് ആമീൻ പറയും? ഞാൻ ഇനി ദൂതിലോട്ട് വരട്ടെ, ഇച്ചിരി ഗഹനമായി. അപ്പോൾ പെന്തിക്കോസ് നാൾ വന്നപ്പം എല്ലാവരും കൂടെ കൂടിയിരുന്ന് സ്തോത്രം പ്രാർത്ഥിച്ചു. അവരെല്ലാവരും അന്യഭാഷ സംസാരിച്ചു. എന്തുവാ?
അന്യഭാഷ കളിയാക്കുന്നവരുണ്ട്, അന്യഭാഷ ഇല്ലെന്ന് പറയുന്നവരുണ്ട്, നിന്നെന്ന് പറയുന്നവരുണ്ട്, ഇപ്പം എല്ലാം കള്ളത്തരമാണെന്ന് പറയുന്നവരുണ്ട്. അവരെല്ലാം പറഞ്ഞോട്ട്. പക്ഷേ അത് അന്ന് തൊട്ട് പറയുക, ഇന്ന് വരെ പറഞ്ഞവൻ്റെ വായടഞ്ഞതല്ലാതെ അന്യഭാഷ പറയുന്നവൻ്റെ വായടഞ്ഞിട്ടില്ല. മിണ്ടുന്നില്ല. 50 പേരുടെ വായടയ്ക്കാൻ യൂട്യൂബിൽ കൂടെ ഒരു പരസ്യം ഇട്ടപ്പം 2000 പേരുടെ വായിൽ പുതിയ ഭാഷ പിന്നെ വരിക. മിണ്ടുന്നില്ല. ഒത്തിരി പേര് അടയ്ക്കാൻ നോക്കി. ഇതിൻ്റെ പ്രത്യേകത, ചിലടം അടയുമ്പോൾ ചിലടം ഭയങ്കരമായിട്ട് തുറക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കാരണം ഇത് സ്വർഗീയ ഭാഷയാണ്. അപ്പം ഇവരെല്ലാം അന്യഭാഷയിൽ സംസാരിക്കുക. അന്യഭാഷ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഇരുന്ന് പ്രാർത്ഥിച്ചവരെല്ലാം വന്നവരുടെ ഭാഷ സംസാരിക്കുക. ഇരുന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൂരെ നിന്ന് വന്നവരുടെ ഭാഷ, അതൊന്നും ഞാനിപ്പോൾ വ്യാഖ്യാനിക്കുന്നില്ല, സംസാരിക്കുക. ഒരിക്കൽ ഞാൻ യൗവനക്കാർ മാത്രമുള്ള ഒരു റിവൈവൽ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ആ മീറ്റിങ്ങിൽ സ്തോത്രം എല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കുക. ആ സഭയിൽ നിന്നൊരു പെങ്കൊച്ച് ഡൽഹി നേഴ്സായിട്ട് പോയതാ. അവിടെ പോയി സിക്കുകാരനെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. സ്തോത്രം ഒളിച്ചു താമസിക്കുമായിരുന്നു. ആരാണ്ട് പറഞ്ഞു, മോളും സിക്കുകാരനും 3-4 പിള്ളേരും കൂടെ പോന്നേ കണ്ടെന്ന് പറഞ്ഞാൽ അപ്പൻ ഡൽഹി തേടിപ്പോയി. ചെന്നപ്പം സിക്കുകാരനെ കല്യാണം കഴിച്ച് 3 പിള്ളേരുമായിട്ട് താമസിക്കുക. അപ്പം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ദയവായിട്ട് നാട്ടിൽ വരണം. അങ്ങനെ പുള്ളി നാട്ടിൽ വന്നു. ഞായറാഴ്ച രാവിലെ ഇന്ന് കൈകൂപ്പിച്ചു, ദയവായിട്ട് ഇന്ന് യോഗത്തിന് വരണം, എൻ്റെ മാനം കെടുത്തരുത്. കാരണം ഞാൻ ഈ യോഗത്തിൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുക. എൻ്റെ കൊച്ച് ഭർത്താവും യോഗത്തിന് വന്നില്ല, പ്രശ്നമാണ്. അങ്ങനെ അവരെ കൊണ്ട് യോഗത്തിൽ കയറി. യോഗം കൊണ്ടിറങ്ങി 10-200 ചെറുപ്പക്കാർ ആരാധിക്കുന്നൊരു സഭയാണ്. അതിൽ കാളെ പൊട്ടുന്ന ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചന് മലയാളം ശരിയാ അറിയത്തില്ല, പക്ഷേ അപ്പച്ചൻ്റെ അന്യഭാഷ ഹിന്ദിയാണ്. നിങ്ങളിങ്ങോട്ട് കഥയൊന്നും ഞാൻ പറയുമല്ല, ഇങ്ങോട്ട് നോക്കാം. ആരാധന അങ്ങോട്ട് തുടങ്ങി. ആരാധന കൊടുമ്പിരി കൊണ്ടു എന്ന് പറഞ്ഞാൽ അഭിഷേകം അങ്ങോട്ട് ഇറങ്ങി. ജനങ്ങൾ അങ്ങോട്ട് ആരാധിച്ചു. ചിലർക്കൊക്കെ നമ്മുടെ ഈ ആരാധന കാണുന്ന ഒരു വലിയ അലർജിയാണ്. കുഴപ്പമില്ല, അവർക്കത് കൂടട്ടെ. എന്നാലും നീ ആരാധന നിർത്തരുത്. മിണ്ടുന്നില്ല. ചുരുക്കിപ്പോൾ ആരാധന നിന്ന് എല്ലാവരും അന്യഭാഷ നിന്നു. അപ്പച്ചൻ തകർത്തുകൊണ്ടിരിക്കുക ഹിന്ദിയിൽ. അപ്പച്ചൻ ഹിന്ദിയിൽ അന്യഭാഷ പറഞ്ഞു. സിക്കുകാരൻ എഴുന്നേറ്റ് നിന്ന് തലേക്കട്ട് അടിച്ചേച്ച് നെഞ്ചത്ത് കൈകൂട്ടി ഇടിക്കുക. എന്താ കാര്യം? സിക്കുകാരൻ്റെ പെട്ടിയുടെ നമ്പർ ലോക്ക് തൊട്ട് അവൻ്റെ ഫയൽ നമ്പർ, അവൻ അമേരിക്കയ്ക്ക് അവൻ ചെയ്തിരിക്കുന്ന ഫയൽ നമ്പർ, നീ എന്ന് അമേരിക്ക പോകും, നിനക്ക് അമേരിക്കയിൽ ഏത് ഇതെല്ലാം ഈ അപ്പച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കുക. സിക്കുകാരൻ ജീവിതത്തിൽ ആദ്യം കാണാത്തൊരുത്തൻ എൻ്റെ ഹിസ്റ്ററി പറയുക. സിക്കുകാരൻ അന്ന് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഞാൻ പറയാം, ഉണർവ് ഇന്നും നിന്നിട്ടില്ല. നിന്നെന്നൊക്കെ ചിലർ പറയുന്നെങ്കിലും നിന്നിട്ടില്ല. ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. എത്ര പേര് അതിന് ആമീൻ പറയും? അപ്പം ഈ ഉണർവിൻ്റെ ഭാഗമാകുന്നത് ഒരു അനുഗ്രഹമാണ്. ഉണർവിൻ്റെ ഭാഗമാകുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുക, എപ്പോൾ പറഞ്ഞാലും സ്തോത്രം ജോസഫ് സാറിൻ്റെ കാര്യം ഒരു പ്രാവശ്യം സ്തോത്രം അറിയാതെ പറഞ്ഞു പോകും. പുള്ളിയുടെ അടുക്കൽ ജോഷിഭാഷി എന്നപ്പോഴും ഞാൻ ചെന്നപ്പോഴും ഒക്കെ സ്തോത്രം ഞാൻ ചെന്നപ്പം പുള്ളി എന്നോട് പറയുക, പുള്ളി അസുഖമായിട്ടിരിക്കുകയാണ്, പുള്ളിയെ കാണാനായിട്ട് ചെന്നതാ. ചെന്ന് പ്രാർത്ഥിക്കാൻ നേരത്തെ പുള്ളി പറയുക, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പുനരുത്ഥാനം അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ രൂപാന്തരം നടക്കാനെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പുള്ളി പ്രതീക്ഷിക്കുന്നു പുള്ളി മരിക്കുന്നതിന് മുമ്പ് രൂപാന്തരം നടക്കും. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ ഒരു ഉണർവിൻ്റെ ഭാഗമാകണം. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? നീ നിമിത്തം നിന്റെ ദേശത്തൊരു ഉണർവുണ്ടാകണം. നീ നിമിത്തം നിന്റെ പട്ടണത്തിലൊരു റിവൈവൽ ഉണ്ടാകണം. ഓ ഹല്ലേലൂയ! എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ദേശത്തൊരു ഉണർവ് പൊട്ടി പുറപ്പെടുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഓ ഹല്ലേലൂയ! ഞാനത് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഉണർവ് പെന്തിക്കോസ് നാളിൽ നടന്നു. നിങ്ങൾക്കറിയാമോ, അപ്പോസ്തലന്മാർ ഇങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങ് ശുശ്രൂഷ അങ്ങ് തുടങ്ങി. പള്ളിയിലോട്ട് പോയാൽ അവർ പള്ളിയിൽ ചെന്നാൽ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. പള്ളിയുടെ വാതിൽക്ക് ഇരിക്കുന്ന ഭിക്ഷക്കാരനെയൊക്കെ കൈക്ക് പിടിച്ചുകൊണ്ട് പള്ളിയിൽ കയറുക. മിണ്ടുന്നില്ല. ഞാൻ ആ ഭിക്ഷക്കാരനെ പറ്റി ഒരു കൺവെൻഷന് പ്രസംഗിച്ചപ്പം സ്തോത്രം ഞാൻ പറഞ്ഞു, ദീനാമ എന്ന് പറയുന്ന ഒരു ആൻറ്റി, ഞാൻ അറിഞ്ഞില്ല യോഗം നടത്തുന്നതിന് സ്പോൺസർ ചെയ്തേക്കുന്ന ദീനാമ ആൻറ്റിയാന്ന്. ദീനാമ എന്ന് പറയുന്ന ഒരു ആൻറ്റി ബെൻസ് കാർ കൊണ്ട് നിർത്തി വാനിറ്റി ബാഗിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് ഭിക്ഷക്കാരന് കൊടുത്തേച്ച് അങ്ങോട്ട് മാറിയപ്പോഴാണ് അപ്പോസ്തലന്മാർ എന്ന് കൈക്ക് പിടിക്കുന്നത്. ഇവൻ പള്ളി തുള്ളിച്ചാടി ഇപ്പം 500 ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് തുള്ളിച്ചാടുന്നത്. നിങ്ങൾ ഞാൻ എന്താ ഇവിടെ പറയാൻ പോകുന്നത്? ഉണർവ് അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടു. 4-ാം അധ്യായത്തിൽ ഉണർവിനെ തടയാൻ ചിലർ എഴുന്നേറ്റു. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. പക്ഷേ 5-ാം അധ്യായത്തിൽ വന്നപ്പം ഉണർവിൻ്റെ ഭാഗമായി നിന്ന ഒരാടാ ഹൃദയത്തെ സാത്താൻ മെല്ലെ ചെന്നങ്ങ് കീഴടക്കി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഒത്തിരി കാര്യം ചെയ്തില്ലെങ്കിലും നിന്റെ ഹൃദയം പിശാചിന് കീഴടങ്ങരുത്.
ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആവശ്യമില്ലാത്ത ദുർചിന്തകൾ കൊണ്ടുവന്നിട്ട് നിന്റെ ആത്മീക ജീവിതത്തിന് കേടുവരത്തക്കവണ്ണം നിന്റെ ഹൃദയത്തെ കീഴടക്കുന്ന ദുഷ്ടശക്തികളെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ജയിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിന്നെ ഒരു കഴിവുമില്ലാത്തവനാക്കി മാറ്റത്തക്കവണ്ണം നിന്റെ ഹൃദയത്തിനകത്ത് ദുർചിന്ത കടത്തിവിട്ട് നിന്റെ ഹൃദയത്തെ കീഴടക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് നിന്റെ കുടുംബത്തെ വിട്ടുപോകണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ ഹൃദയം സാത്താൻ കീഴടക്കരുത്. നിനക്കൊത്തിരി കഴിവ് ദൈവം തന്നിട്ടുണ്ട്. നിന്റെ ഹൃദയം വചനത്തിൻ്റെ സമൃദ്ധി കൊണ്ട് നിറഞ്ഞാൽ ആ കഴിവുകൾ വെളിപ്പെടാനിടയാകും. ഈ ചിലർ തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. പലരുടെ ഹൃദയം ഇപ്പം സാത്താൻ്റെ കയ്യിൽ ഇരിക്കുക. പലരുടെ ഹൃദയം അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ബൈബിളിൽ നിന്ന് പറയാം. വേദപുസ്തകത്തിലെ 1-2 വാക്യങ്ങൾ നിർത്തി വായിക്കണം. ഇച്ചിരി ശാന്തമായിട്ട് പോകേണ്ട ഒരു സെക്ഷനാണ്. മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാം, 7-ാം അധ്യായം എടുക്കാം, 6-ാമത്തെ വാക്യം. സ്തോത്രം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കും. ചില ചോദിക്കും, പള്ളി ഞാൻ വരുന്നുണ്ടല്ലോ, ഉണ്ട്. യോഗത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഉണ്ട്. കനസിൽ ലാലും പാടിയപ്പോൾ പാടിയല്ലോ, പാടി. സ്തോത്ര. ആമി മോൻസി ബ്രദർ കീബോർഡ് പാടിയപ്പോൾ ഞാൻ കൈ അടിച്ചല്ലോ, അടിച്ചു. പക്ഷേ ഹൃദയം ഇപ്പോഴും സ്തോത്രം അങ്ങ് കോടിമാതായി കിടക്കുക. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. വീടിൻ്റെ വാതിലടച്ചോ, കൊച്ചിൻ്റെ കാര്യം എന്തുവാവും, ഇതൊന്നും ദൈവം ചെയ്യുമെന്നൊരു വിശ്വാസമില്ല. ആരാധിക്കുമ്പോൾ ചുമ്മാ ഇരുന്ന് കൈയടിക്കുക, 500 ഓട്ടുവാ വിടുക, തെക്കോട്ടും വടക്കോട്ടും നോക്കുക, എഴുന്നേറ്റ് പോവുക. ഇതിൻ്റെ പേരാ ഹൃദയത്തെ സാത്താൻ. ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കോട്ടുവാ വരുമോ? പറ. ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വരുമോ? പണങ്ങരുത്. ഇത് ഹൃദയത്തിൻ്റെ ഉണർവ് കെടരുത്. സാത്താൻ ഹൃദയത്തെ കൈവശമാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഉണർവ് നടന്നുകൊണ്ടിരിക്കുമ്പം അപ്പോസ്തലൻ എല്ലാവരും ഈ പൈസ, ചിലരൊക്കെ അങ്ങ് തീരുമാനമെടുത്തു, ഇന്ന് 2 FT പൊട്ടിച്ച് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുക. 2 FT. നാളെ എൻ്റെ പുറകെ വരുന്നത്. ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ കാര്യമാണ് പറഞ്ഞു, ഇവിടെ FT പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞില്ല. ശാസ്ത്ര റോഡെ കിടക്കുന്ന 40 സെൻറ്റ് സ്ഥലം ഒരുത്തം വിറ്റേച്ച് കർത്താവിൻ്റെ കാൽക്കൽ കൊണ്ട് വെക്കാമെന്ന് തീരുമാനിക്കുക. ഇങ്ങനെ സ്തോത്രം ശ്രദ്ധിച്ച് കേൾക്കണം. ഇങ്ങനെ അവരങ്ങോട്ട് ചെയ്തപ്പോൾ ഒരു കുടുംബം പറഞ്ഞു, എടാ നമുക്കും ഉണർവിൻ്റെ ഭാഗമാണ്, നമുക്കും സ്തോത്രം കഞ്ഞിക്കുഴി കിടക്കുന്നത് അങ്ങ് വിറ്റേക്കാമെന്ന് പറഞ്ഞു. വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു, അച്ചായ ഭൂതോദയം ഉണ്ടായെന്നും പറഞ്ഞ് അച്ഛൻ ചുമ്മാ കയറി ഇത് വിൽക്കുമൊന്നും ചെയ്യരുത്. വിറ്റോ, ഇച്ചിരി കൊടുക്കാം, ബാക്കി നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. ഇതെല്ലാം വിറ്റ പൈസ. നിങ്ങൾ നോക്കണം, ഈ പണ്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, 50 രൂപയും സ്തോത്രം ഏറ്റവും വലിയ നോട്ട് 50, 100 ആയിരുന്നു. 100 ആരുടെ കയ്യിലില്ല, എല്ലാവരും 10 രൂപയാണ്. 10 രൂപയ്ക്ക് തന്നെ എന്തോരം സാധനങ്ങൾ കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കണം. പണ്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, എൻ്റെ അപ്പം ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ് സ്ഥലത്തുനിന്ന് ഈ 50 രൂപ നോട്ട് അന്ന് വലുത്. വണ്ടി ബിസിനസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലോറിയുടെ മണ്ടക്ക് ചാക്കിനകത്തായിരുന്നു 50, 100 കെട്ടി ഇങ്ങനെ കെട്ടാക്കി മുളകിയാക്ക് കൊണ്ടിരുന്നത്. കാര്യം ഒരു കച്ചവടത്തിനേ അതുള്ളൂ. കാര്യം 1 ലോറി സാധനം വിൽക്കണമെങ്കിൽ അത്രയും വേണം. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അങ്ങനെയാന്ന് ഈ അപ്പോസ്തലന്മാരുടെ കാലത്ത് കോയിനാ മുളക് ചാക്ക് ചുമന്നിടുന്ന പോലെ അപ്പോസ്തലൻ്റെ മുമ്പിൽ 5-6 ചാക്ക് ചുമന്നിട്ടു. പത്രോസ് ചോദിക്കുക, ഇത്രയ്ക്കാണോ നിലം? നമ്മൾ വില വന്നപ്പോൾ എത്ര കൊടുത്താലും ഈ ഉപദേശിക്ക് തികയത്തില്ല. മിണ്ടുന്നില്ല. അതെന്നാ തികയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല. എന്നിട്ട് ചോദിക്കുക, അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? പിശാചിന്റെ തന്ത്രത്തിന് ഏറ്റവും വലിയൊരു തന്ത്രമാണ് നിന്റെ ഹൃദയത്തെ വശീകരിച്ചുകൊണ്ട് പോവുക. സ്തോത്രം. ഇന്ന് എന്നോട് ദൈവം പറഞ്ഞു, സാത്താൻ്റെ ബന്ധനം അഴിയുമ്പോൾ ചില ഹൃദയങ്ങളുടെ വശീകരണ മേഖലകൾ പൊട്ടും. എത്ര പേരതിന് ആമീൻ പറയും? ഞാൻ ഇപ്പോഴും ഓർക്കുവാണ്. സ്തോത്രം. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ഒരു മോനെ ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. ഷാജി എന്നാണ് ആ മോൻ്റെ പേര്. സ്തോത്രം. ഫുൾ പേര് ഞാൻ പറയുന്നില്ല, വീട്ടിലെ പേരാ പറഞ്ഞ്. ചിലപ്പോൾ ഫുൾ പേര് പറഞ്ഞ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയുമായിരിക്കും. നല്ലൊരു ചെറുപ്പക്കാരൻ. സ്തോത്രം. അവൻ്റെ അപ്പനും അമ്മയും ഗൾഫിലാണ്. അവധിക്ക് വന്നപ്പോൾ അനിപ്പാസ്റ്റർ കൈക്കീഴി സ്നാനപ്പെടണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം. ആരാധനയ്ക്ക് നല്ല മിടുക്കനായിട്ട് ചൊണക്കുട്ടൻ എന്നോട് കൂടെ വിളിച്ച് പാസ്റ്റങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് പറയും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവനെ. അങ്ങനെ അവനെ പ്രാർത്ഥിച്ച് ബാംഗ്ലൂരിൽ വിട്ടു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഇവൻ എന്നെയും വിളിക്കത്തില്ല, ഞാൻ വിളിച്ചാൽ ഇവൻ എടുക്കത്തുമില്ല.
അവിടെ മിണ്ടുന്നില്ല. ഞാൻ അപ്പനെ വിളിച്ച് പറഞ്ഞു, കൊച്ചൻ എന്തോ കുഴപ്പമുണ്ട്, ബാംഗ്ലൂർ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൻ അറിയിക്കാതെ മുറി ചെന്നപ്പോൾ മോനെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. മോനെ അട്ടിച്ച് വിന്താരിച്ച് കിടക്കുക. മോനെ കുത്തി എഴുന്നേപ്പിച്ച് ഇരുത്തിയപ്പം മോൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 2 കുടിയന്മാര് പിള്ളേരുടെ ഇടയ്ക്കാ ചെന്ന് കയറിയേ. അവന്മാർ പറഞ്ഞടാ, ഞങ്ങളും ബന്ധിക്കോസുകാരായിരുന്നു, ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാ, എടാ ഇച്ചിരി കുടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അജീർണത്തിന് ഇച്ചിരി സേവിക്കാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അവിടെ മിണ്ടുന്നില്ല. ഈ കഴിഞ്ഞ 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചന് ഈ ചർച്ചിലുള്ളൊരു മോൻ, അവനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അങ്കിളെ ബിയർ കുടിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുടിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഇപ്പം ബിയർ കുടിച്ചാൽ ഇച്ചിരി കഴിയുമ്പോൾ നീ അതിനെക്കാട്ടി വീര്യമുള്ളത് കുടിക്കും. അപ്പോൾ പറഞ്ഞു നോ ആൽക്കഹോളിക്ക് തൊട്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് മിണ്ടുന്നില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച്, വല്ല കുഴപ്പമുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. ഉണ്ടോ? ഇങ്ങോട്ട് നോക്ക്. ചുരുക്കി ചിലക്ക് ഇരുന്ന് പൊളയുന്നുണ്ടല്ലോ. എന്തായാലും വേണ്ടിയല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറയട്ടെ. ചുരുക്കി പറയാം, ഈ 2 കൂട്ടുകാര് ഇവനോട് പറഞ്ഞു ഇച്ചിരി കുടിച്ചാൽ കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞു. ആദ്യം 7-അപ്പിനകത്താ കൊടുത്തേ. സ്തോത്രം. ആമേ. കുടിച്ചാൽ 7-അപ്പ് കുടിക്കുന്നവരിരിക്കും. ചുരുക്കി പറയാം, ഇപ്പം കുടിയനായിപ്പോയി. അവനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വന്ന പാട്. അവനെ നല്ല പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരോട്. എന്നാൽ ഏത് സമയം വേണമെങ്കിലും ഹൃദയം വശീകരിക്കപ്പെടാം. ഞാൻ മദ്യം എന്ന ഒറ്റ സബ്ജക്റ്റ് എടുത്തോളൂ, അതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. നിന്റെ ഹൃദയം ഏതെങ്കിലും ഒരു കാര്യത്തിൽ വശീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയാ, ഇതിനെ അഴിക്കാനാ ഞാൻ വന്നേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്റെ ലൈഫിനെ എവിടെയെങ്കിലും വശീകരിച്ച് നിന്റെ നന്മകളെ ഇല്ലായ്മപ്പെടുത്തിയെങ്കിൽ അതിനെ അഴിക്കുന്നൊരു കൃപ ഇതിനകത്ത് വ്യാപരിക്കുക. നോക്കിയേ, പല അഡിക്ഷനും, മദ്യപാനം, വെറിക്കൂത്ത്, സ്തോത്രം, ചില സൈറ്റുകളുടെ അഡിക്ഷൻ, ഇതെല്ലാം എപ്പോഴും ഓർക്കണം, സാത്താൻ ഹൃദയത്തെ വശീകരിച്ചതാ. ഞാനിവിടെ പറയാം, എത്ര നിങ്ങൾ പറഞ്ഞാലും അവർ നന്നാകത്തില്ല എന്ന പ്രാർത്ഥനയിൽ വിടുതൽ കിട്ടും. എവിടൊക്കെയോ സാത്താൻ്റെ പ്രവർത്തികളെ ഈ ദിവസങ്ങളിൽ ദൈവം അഴിക്കാൻ പോവുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ കുഞ്ഞിന് നല്ല ഭാവിയുണ്ട്, നിനക്ക് നല്ല ഭാവിയുണ്ട്, പക്ഷെ അത് ബന്ധിക്കപ്പെട്ട് കിടക്കുക. എത്ര കൊല്ലമായെങ്കിലും ഇന്നതിനെ അഴിക്കാൻ. ഓക്കെ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കേൾക്കണോ? യേശുക്രിസ്തു ഒരു പള്ളിയിലോട്ട് കയറിയപ്പം യേശുക്രിസ്തു വചനം പ്രസംഗിച്ചു പോയെന്ന് മാത്രമല്ല എഴുതിയേക്കുന്നത്. യേശു പ്രസംഗിച്ചു ഒരു സ്ത്രീയെ നോക്കൂ, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. കെട്ടാൻ ഒരുവനുണ്ടെങ്കിൽ അഴിക്കാൻ ഒരുവനുണ്ട്. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നീണ്ട വർഷങ്ങളായി നിന്റെ ആരോഗ്യത്തെ ബന്ധിച്ച, സമ്പത്തിനെ ബന്ധിച്ച, കഴിവുകളെ ബന്ധിച്ച ആ ബന്ധനങ്ങൾ നിന്നെ രോഗിയാക്കിയ യേശുവിന്റെ നാമത്തില് ഞാൻ ചിലത് അഴിയുന്നത് കണ്ടോണ്ടാ ഇന്ന് ദൂത് പറയുന്നേ. ലബറ, നീ ഇവിടെ സ്തോത്രം ചെയ്തോണ്ടിരിക്കുമ്പോ നിന്റെ ഭാവിയെ ബന്ധിച്ച, നിന്റെ കഴിവുകളെ ബന്ധിച്ച ഇന്ന് വിടുതൽ കിട്ടും. അടുത്തിരിക്കുന്ന കൈ കൊടുത്തോരാ, നിനക്കിന്ന് വിടുതൽ കിട്ടുമെന്നൊരു വിശ്വാസം പറ. ഇന്ന് എന്തോ കിട്ടും? ഞാനൊരു അനുഭവം നിങ്ങളോട് പറയാം. ഒരിക്കലും ഒരു പെൺകുച്ച്, അവിടെ അപ്പനും അമ്മയും ആ കൊച്ച് ദൈവത്തിന്, എൻ്റെ ഓർമ്മ ബെഹറില്ല, മനാമ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അവർ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ വന്നപ്പം ഞാൻ, സ്തോത്രം, അവിടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനം കാണുക. കുറച്ച് പുഴുക്കൾ ഇങ്ങനെ എഴഞ്ഞ്, ഭയങ്കര സുന്ദരി ഒരു മോളെ, എനിക്കൊന്നൊരു 16 വയസ്സ് 15 വയസ്സേ ഉള്ളൂ. സ്തോത്രം. കണ്ടാൽ നമ്മൾ മുഖത്തൊന്ന് കണ്ണു പറിക്കുമല്ലോ, നല്ല ഭംഗിയുള്ളൊരു മോള്. ഞാൻ കണ്ടു കുറച്ച് പുഴുക്കൾ ഇങ്ങനെ വന്ന് ഇവിടെ ദേഹത്തൂടെ കയറി ഇവിടെ മുഖത്ത് കൂടുകുത്തുക. ജീസസ്, ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റവും ഉണ്ടായില്ല. സ്തോത്രം. ഞാൻ അവരോട് പറഞ്ഞു, മുഖത്ത് വല്ല പ്രശ്നമോ? അയ്യോ, എൻ്റെ മോടെ മുഖത്തെ പോലെ നല്ല മുഖം വേറെ ആർക്കുണ്ട്? നമ്മുടെ ചുക്കിയും ചുളുങ്ങിയും കുത്തുമൊക്കെ വീണ് കിടക്കുക, ഒന്നുമില്ല, നല്ല മുഖം. ഈ മോളെ ഒരു 1.25 വർഷം കഴിഞ്ഞിട്ട്, ഞാൻ കൃത്യമാണ് പറയുന്നത്, എന്നെ കാണാൻ വന്നപ്പം മുഖം മുഴുവൻ കാര വന്നിട്ട് മുഴുവൻ കുത്തും പാടും. എൻ്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പറ്റി ഈ കൊച്ചിന്? പാസ്റ്ററെ, അറിയത്തില്ല, ഒരിടം പഴുക്കും,
പഴുക്കിനകത്തുനിന്ന് വെളുത്ത പുഴു പോലൊരു സാധനം ഞെക്കുമ്പോൾ പുറത്തു വരും. ജീസസ് പഴുത്ത് കൊടുത്തു നിൽക്കുക, ഞെക്കണ്ട, മുഖം കഴുകുമ്പോൾ തന്നെ പുറത്തു വരും. എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, ഞാൻ നിന്നെ അന്ന് കാണിച്ചില്ലേ, അവിടെ ദേഹത്തെഴഞ്ഞു കയറുന്ന പുഴു ഇവളെ വിരൂപിയാക്കുന്ന ഒരു പൈശാചിക സ്പിരിറ്റാ. ബന്ധനം എന്ന് പറയുന്നത്, ഞാനിവിടെ ഇരിക്കുന്ന എന്താണ് ബന്ധനം? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ സ്ത്രീയോട് യേശു പറയാം, സ്ത്രീയെ നിന്റെ രോഗബന്ധനം. ആ ബന്ധനം അവളെ ബന്ധിച്ചിട്ട് എത്ര കൊല്ലമായി? പറ. ബിബ്ലിക്കലി പറയുക, ചില ബന്ധനങ്ങൾ കൊല്ലങ്ങൾ ശരീരത്തിൽ നിൽക്കും. എന്നാൽ ഇന്ന് നിന്റെ ദിവസമാണെന്ന് നീ വിശ്വസിക്കണം. നിന്റെ ബന്ധനം അഴിക്കാൻ ദൈവം ശരീരത്തിലോ മനസ്സിലോ ആരോഗ്യത്തിലോ ബിസിനസ്സിലോ നിനക്ക് ബന്ധനം വീണെങ്കിൽ ഞാനൊരു ദൈവശബ്ദം കേൾക്കുന്നു. നിന്നെ ബന്ധിച്ചവൻ കരയും ഈ ദിവസങ്ങളിൽ. ബന്ധിക്കപ്പെട്ട നീ ബന്ധനം അഴിഞ്ഞു തുള്ളിച്ചാടും. ഞാനൊരു ശബ്ദം കേൾക്കുന്നു. നിന്നെ ബന്ധിച്ചവൻ കരയും. ദൈവശബ്ദം പറയുക, ഞാൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ചിലരുടെ തല മന്ദിപ്പിച്ചു വെച്ചിരിക്കുക, ചിലരുടെ ബുദ്ധി മന്ദിപ്പിച്ചു വെച്ചിരിക്കുക, ചിലരുടെ കഴിവ് മന്ദിപ്പിച്ചു വെച്ചിരിക്കുക, യാത്രയെ ബന്ധിച്ചിട്ടിരിക്കുക. യേശു പറയാം, ഞാൻ വന്നത് അഴിപ്പാനാ. പ്രത്യക്ഷമായി കാണാം, ഇന്ന് ചിലത് അഴിയും. കൊടിയ ആഭിചാരങ്ങൾ കണ്ടോ. ചില ശരീരങ്ങളിൽ ആളിക്കത്തുന്ന തീ പോലെ. ആരെയും ശ്രദ്ധിക്കണ്ട. ഇത് നിന്റെ ദിവസമാ. നിനക്ക് യേശു അപ്പച്ചൻ തന്ന ദിവസമാ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് ചിലർക്ക് അഴിക്കുന്ന ശുശ്രൂഷയുടെ തരാൻ പോവുക, ചിലതിനെ അഴിക്കാൻ പോവുക. ചില ശരീരത്തിൽ വരിഞ്ഞു മുറുക്കിയ വൃക്ഷത്തിൽ നിന്ന് കാട്ടുവള്ളി വലിച്ചിറക്കുന്ന പോലെ ചില ശരീരത്തുനിന്ന് രോഗാത്മാവ്, അശുദ്ധാത്മാവ്, അന്ധകാരത്തിന്റെ ആത്മാവ്, നിന്റെ ലൈഫിനെ ഗതികേടിലാക്കിയ ആത്മാവ്. ഒരു അഗ്നിയുടെ അഭിഷേകം. നിന്റെ കയ്യിൽ കെട്ടിയ ചരട് ചണനൂല് പോലെ കാലപ്പഴക്കം ചെന്ന ബന്ധനങ്ങളെ ദൈവം തൊടുകയാ. 10 വർഷം മുമ്പ് നിന്റെ ബുദ്ധിയെ കെട്ടിയെങ്കിൽ, നിന്റെ സമ്പത്തിനെ കെട്ടിയെങ്കിൽ, യേശു പറയാ, ഇത് നിന്റെ ദിവസമാ. ഇന്നവൻ ബന്ധനങ്ങളെ അഴിക്കുന്നു. അവസ്ഥ
നിങ്ങൾക്കറിയാമോ, കിണറിനകത്ത് വെള്ളം നിറഞ്ഞു തുളുമ്പി നിൽക്കുക, പുറത്തെ കൊഴുകാൻ. ഞാനൊരു ദൂത് പറയാം, ശത്രുവെ നീ തോക്കും, നിന്നെ ദൈവം തോപ്പിക്കും. കാരണം എൻ്റെ ജനം ഇങ്ങനെ ഇരുന്ന പോരാ, അവർ ബന്ധനം അഴിഞ്ഞേനേ പറ്റൂ. ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് പല തരത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവും. ഇന്ന് നിന്നെ തമ്പുരാൻ ഇവിടെ കൊണ്ടുവന്നതാണ്. ഞാനൊരു വെളിപ്പാടൂടെ നിന്നോട് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ ബന്ധിച്ചവൻ ഈ ദിവസങ്ങളിൽ കരയും. ബന്ധിക്കപ്പെട്ട നീ ബന്ധനം അഴിഞ്ഞാരാധിക്കും. ദാവീദ് പറയാ, അവൻ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കാൻ. ചിലരുടെ ഓർമ്മ ശക്തി, ബുദ്ധിമണ്ഡലം നമുക്ക് ഇച്ചിരി ഗഹനമായിട്ട് ഈ സന്ദേശത്തിലേക്ക് വരാം. അപ്പോൾ ഈ ജനം അതരം കൊണ്ട് തന്നെ, ഞാൻ ചുരുക്കി പറയാം, ആ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖമല്ല ഇങ്ങനെ വട്ടത്തി മുഴുവൻ പാട്. അപ്പം അവർ പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി മരുന്നൊന്നും കഴിക്കണ്ട, കാരണം എത്ര കഴിച്ചിട്ട് ഒരു കാലിൽ കൂടുപോയത്. ഞാൻ പറഞ്ഞു, മോളെ നിങ്ങളൊരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്ക് 5 ദിവസത്തെ അവധിയേ ഉള്ളൂ, അത് 4 ദിവസം പിന്നിട്ട് കഴിഞ്ഞു, നിങ്ങൾക്ക് നാളെ വൈകിട്ട് ഫ്ലൈറ്റാണ്. ഞാൻ പറഞ്ഞു, പൊക്കോ, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരും വേണ്ട, നിങ്ങളെല്ലാം കൂടെ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അവരോട് ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഈ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ ഉപവാസം ഇരിക്കുക, പാസ്റ്റർ ലൈവ് ശുശ്രൂഷയും കൂടെ ഞങ്ങൾ കൂടുക. ഈ ലൈവിൽ ചിലപ്പോൾ ഇപ്പോൾ അവർ കാണുമായിരിക്കും, ഞങ്ങൾ ലൈവ് ശുശ്രൂഷയുടെ കൂടുക. എന്നിട്ട് പഴയ മീറ്റിങ്ങിൻ്റെ ലൈവൊക്കെ ഞങ്ങളൊന്ന് കാണാൻ പോവുക. സ്വത്രം 3 ദിവസം ഞങ്ങൾ ഉപവാസം ഇരിക്കാൻ പോവുക. 3 ദിവസം കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പെൺകൊച്ച് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോടെ മുഖത്തുനിന്ന് ചിലതൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട് മുഖം കഴുകുമ്പം. ചുരുക്കി പറയാം, സ്തോത്രം, ഏകദേശം 3.5 മാസം കൊണ്ട് ആ കുഞ്ഞ് പഴയ രീതിയിൽ അവിടെ മുഖമായി. ഞങ്ങൾ എന്നും ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ കൂടുതലാണ്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയാം. ഒരിക്കൽ സ്തോത്രം ഒരു പെങ്കൊച്ചിന് വേണ്ടി ട്രിവാൻഡ്രം ചർച്ചിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് വരാം. പെങ്കൊച്ചെന്ന് പറയാൻ പറ്റത്തില്ല, 41 വയസ്സിലധികം ഉണ്ട്. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൾ ഗർഭസ്ഥയാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പം എന്നോട് ദൈവം പറഞ്ഞു, ഉദരത്തിൽ ജനിക്കുന്നതിനെല്ലാം ഞെക്കിക്കൊല്ലുന്ന ഒരു പൈശാചിക ബന്ധനം ഇവക്കുണ്ട്, ഇവക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പരസ്യമായിട്ട് മൈക്കിൽ കൂടെ പറഞ്ഞു, ഉദരത്തിൽ കിടക്കുന്ന, എനിക്കൊന്ന് നമ്മുടെ യൂട്യൂബിനകത്ത് എവിടെയോ ആ ടെസ്റ്റിമണി കിടപ്പുണ്ട്. ചുരുക്കി പറയാം, സ്തോത്രം, ആ പെൺകൊച്ചിൻ്റെ കൈവച്ചിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാനല്ല പറയുന്ന പരിശുദ്ധാത്മാവാ, ഉദരത്തിൽ ജനിക്കുന്നതിനാൽ ഞെക്കിക്കൊല്ലുന്നൊരു സ്പിരിറ്റുണ്ട്, ഇന്ന് ആ കെട്ട് പൊട്ടുവന്ന്. ആ കൊച്ചു മൈക്ക് വാങ്ങിച്ച ഒരു കാര്യം പറഞ്ഞു, 9 പ്രാവശ്യം ഗർഭസ്ഥയായി, 9 പ്രാവശ്യം 3-ാം മാസത്തിൽ കൊച്ച് ഉദരത്തിൽ കിടന്ന് മരിച്ചു പുറത്തുപോയി. ഇത് 9ാമത്തെ പ്രാവശ്യമാണ് പ്രഗ്നൻ്റ് ആകുന്നത്. 8 പ്രാവശ്യം. 9ാമത്തെ പ്രാവശ്യം പ്രഗ്നൻ്റ് ആകുന്നത് 2.5 മാസമായി. ഭയപ്പെട്ട ഇവിടെ വന്നേക്കുന്നേ. സ്തോത്രം. ഈ പ്രാവശ്യം എൻ്റെ കുഞ്ഞ് നഷ്ടമാകുമോ? ഞങ്ങൾ ദൈവദാസന്മാർ വട്ടം നിന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ അമ്മയെ വിളിച്ചു വരുത്തി അവിടെ വയറിലോട്ട് കൈവച്ചു പ്രാർത്ഥിപ്പിച്ചു. ചുരുക്കി പറയാം, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടു, കൊല്ലാൻ മിന്നുന്ന പോലെ അവിടെ തലയ്ക്ക് 2 മിന്നൽ മാത്രം. ഞാൻ അവരോട് ഇങ്ങനെ എൻ്റെ വിശ്വാസം പറഞ്ഞു, അന്ധകാര ശക്തി കീറി മാറിയിട്ടുണ്ട്. ആ പ്രാവശ്യം അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. കൂടാതെ 2 പെൺകുട്ടികളെയും പിറ്റേ വർഷങ്ങളിൽ അവൾ ഗർഭം ധരിച്ച് പ്രസവിച്ചു. പിന്നെ അവൾക്ക് ആ പോരാട്ടം ഉണ്ടായില്ല. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? എവിടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധനം നിൻ്റെ ലൈഫിൽ കിടപ്പുണ്ടെങ്കിൽ അതിനെ അഴിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ഞാൻ ഇതുവരെ ഇത്രയും വർഷം പ്രസംഗിച്ചിട്ടു, ഞാൻ എത്ര കൊല്ലം പ്രസംഗിക്കുക, ഈ ദൂത് ഇതുവരെ എടുത്തിട്ടില്ല. എന്നോട് ദൈവം പറഞ്ഞു, ജനത്തോട് പറ, ചിലതൊക്കെ അഴിക്കാൻ പോവാ. അതിൻ്റെ കാരണം പറയാം, നിന്റെ ഭാവി ഇങ്ങനല്ല, നിന്റെ ജീവിതം ഇങ്ങനല്ല, ഈ ജീവിതം മാറിയേ പറ്റൂ.
എത്ര പേർക്ക് അതിന് ആമീൻ പറയാം? അനുഭവിക്കേണ്ട നന്മകളെ തടഞ്ഞു വെച്ചെങ്കിൽ, അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചെങ്കിൽ, ഇന്ന് ആ ബന്ധനം അഴിച്ചു വിട്ടാൽ ആ നന്മ നീ കൈനീട്ടി പ്രാപിക്കാൻ പോവാ. സ്തോത്രം. വചന വെളിപ്പാടിലോട്ട് വരട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് എന്നെ വിട്ട് അകന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പിശാചിന് നീ വീട് വെക്കുന്നതിന് എതിരില്ല, കാറ് വാങ്ങിക്കുന്നതിന് എതിരില്ല, 5 വീട് വെക്കുന്നതിന് ഒട്ടും എതിരില്ല. സാത്താനുള്ള ആകെ എതിരെന്താണെന്നറിയോ? നിന്റെ ഹൃദയം കർത്താവിനോട് ഒട്ടിയിരിക്കരുത്. ഈ ഇയ്യോബ് ഭയങ്കര സമൃദ്ധി നിൽക്കുമ്പോഴേ ദൈവത്തിൻ്റെ അടുക്കൽ ഇയ്യോബിന് സാത്താൻ ചെന്നേച്ച് പറയും, അതെ അവനെ ഇങ്ങോട്ടും തരാമോ, ഞാൻ ഇച്ചിരി ദിവസത്തിനുള്ളിൽ നിന്റെ മുഖത്ത് നോക്കി ഇവനെ കൊണ്ട് ഞാൻ നിന്നെ ത്യജിച്ചു പറയിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങോട്ടൊന്ന് താ. സ്തോത്രം. ചിലർ കണ്ടിട്ടില്ലയോ, ഒരു കാലത്ത് കൃപയിൽ ജ്വലിച്ചേച്ച് ഇന്ന് പിന്മാറ്റത്തിൽ പോയി ദൈവത്തെ കുറ്റപ്പെടുത്തി നടക്കുക. സാത്താൻ അറിയാം, നിന്റെ ഹൃദയത്തെ ബന്ധിച്ചാൽ നിന്നെ പിന്മാറ്റക്കാരനാക്കാം. കൃപയിൽ ആൾ വരുന്ന പോലെ തന്നെ പിന്മാറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിന് പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഞാൻ പറയാം, ഒട്ടി നിന്ന വലിയ അനുഗ്രഹം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്. ബൈബിളിൽ ഒരു വചനം പറഞ്ഞു തരാം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ, അവൻ എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരിക്കുന്നവനെ പിടിക്കുകയും അറിയുന്നവനെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു ദൈവം. ഇപ്പം നോക്കിയേ, സ്തോത്രം. ആരുടെ കാര്യമാണ് പറയുന്നത്? മോൻസിജാൻ്റെ കാര്യം പറഞ്ഞോട്ടെ. പുള്ളിയെ കണ്ട എന്നെ അടിപൊളിയാ, നല്ല പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട്. പുള്ളി ലൈറ്റ് കളർ ഷർട്ട് അല്ലാതെ ഒന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. പുള്ളിയെപ്പോലൊരു പരമഭക്തൻ വേറെ ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കണം. പക്ഷേ ഹൃദയം എങ്ങനെയായിരിക്കുന്നതെന്ന് പുള്ളിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ കർത്താവിനറിയാം. ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരിച്ചു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. നിങ്ങൾ എന്നെ നോക്കണം. കാര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ ഫീൽ ചെയ്യുമായിരിക്കും, ചിലപ്പോൾ പുള്ളിക്ക് ഫീൽ ചെയ്യുകയില്ല. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹൃദയത്തിൻ്റെ ഇരിപ്പ് അവരവർക്കേ അറിയത്തുള്ളൂ. ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ഹൃദയ ഇരിപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചേ. പണ്ടൊക്കെ കയ്യിരിപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന പോലെ ഇപ്പോൾ ചോദിക്കുന്നത് ഹൃദയത്തിൻ്റെ ഇരിപ്പ് എങ്ങനെയുണ്ടെന്ന്. കയ്യിരിപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വരാൻ പോവുക. അപ്പോൾ ഹൃദയത്തിൻ്റെ ഇരിപ്പ് എങ്ങനെയുണ്ട്? നിങ്ങൾ കണ്ടോണ്ട് ഈ റബ്ബറും തോട്ടത്തിലൊക്കെ മഴ പെയ്യാൻ നേരത്ത് ചരിഞ്ഞിരിക്കുന്ന ചിരട്ടയുണ്ട്, നേരെ ഇരിക്കുന്ന ചിരട്ടയുണ്ട്. നേരെ ഇരിക്കുന്ന ചിരട്ടയ്ക്കകത്ത് വെള്ളം, സ്തോത്രം, ചിലത് കമന്ന് കിടക്കുക. കമന്ന് കിടക്കുന്നതിനകത്ത് ഒരു തുള്ളി മഴയേശത്തില്ല, ഇടി ഏശത്തില്ല, അതിങ്ങനെ കമന്ന് കിടക്കുക. ചിലത് ചരിഞ്ഞിരിക്കുക, ഇച്ചിരിയൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ ഒരു സ്തോത്രം, ഉറക്കത്തിൽ നിന്ന് സ്തോത്രം. ഈ സമയം തെറ്റി സ്തോത്രം പറയുന്നവരൊക്കെ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള സ്തോത്രമാണ്. പണ്ടൊരു കൊച്ചൻ ഈ യോഗത്തിന് ഇവിടെ ഇരുന്നപ്പം ഇടയ്ക്കിടയ്ക്ക് കൈ ഉയർത്തി ഹല്ലേലൂയ പറയുക. ഈ യേശു അത്ഭുതം ചെയ്യുമെന്ന് ഹല്ലേലൂയ പറയുമ്പോൾ അവനൊരു ഹല്ലേലൂയ പറഞ്ഞാൽ നമുക്ക് വെക്കും ഇത് നല്ലതാണ്. ഇടയ്ക്ക് ഇവൻ ഒരു കുഴപ്പം, നീ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. ഞാനിവനെ അന്നേരം മുതൽ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ഒരു ദിവസം എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ പിടിച്ചു. അമ്മയോട് ചോദിച്ചു, ഇവൻ എന്തിനാ? പക്ഷേ ഇവൻ രക്ഷിക്കപ്പെട്ട ഒന്നുമല്ല. ഇവൻ ഈ ഫോൺ ചാർജ് ചെയ്യണം. ഞാനുള്ള പറഞ്ഞ യോഗത്തിന് വന്ന് ഹല്ലേലൂയ പറയുവാന്നേ 100 രൂപ ചാർജ് ചെയ്യാൻ തരാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മയെ കാണിക്കാൻ ഇവിടെ ഇരുന്നോണ്ട് ഹല്ലേലൂയ പറഞ്ഞിട്ട് അമ്മയെ നോക്കുക, ഞാൻ പറയുന്നുണ്ടെന്ന്. പോകുമ്പം ശാസ്ത്രത്തോടെ വെച്ച് 100 രൂപ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പക്ഷേ നിങ്ങൾ ആ അമ്മ മിടിക്കുക, ചാർജ് ചെയ്ത് ഇപ്പം അവന് ഒറീസായി ദൈവവേല ചെയ്യുക. കണ്ടോ, മിണ്ടുന്നില്ല. കണ്ടോ, നീ ഇത്രയും നാള് കാൽബറീസ് വാങ്ങിച്ചു കൊടുത്തിട്ടും അവൻ ഇപ്പോഴും ചൊവ്വ വരുന്നില്ല. അങ്ങനല്ല, ഇങ്ങോട്ട് നോക്കാം. ഹല്ലേലൂയ. സമയം തെറ്റി ഹല്ലേലൂയ പറഞ്ഞെങ്കിലും അതവനങ്ങ് ഗുണമായി. കളിയാക്കിയൊക്കെ ചിലർ ഹല്ലേലൂയ പറയും, പിറ്റേ 6 മാസം കഴിയുമ്പോൾ സ്നാനപ്പെട്ട് യോഗത്തിന് പുറകെ ഇരിക്കുന്ന കാണാം. ആരെങ്കിലുമൊക്കെ കളിയാക്കുന്ന ഓർത്തോണം, അവൻ്റെ രക്ഷ ഉടനെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ ദുഷിക്കുന്ന ഓർത്തോണം. പണ്ടൊരു സ്തോത്രം, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യ സ്നാനമേറ്റു. അപ്പോൾ സ്നാനമേറ്റപ്പോൾ ആറ്റിലാന്ന് സ്നാനമേറ്റ സമയത്ത് ഈ വള്ളം കൊണ്ട് മണ്ണ് വാരുന്ന സമയമാണ്. വള്ളക്കാർ മണ്ണ് വാരി ഇട്ടപ്പം സ്തോത്രം ഒരു പാട്ട് പാടിക്കൊണ്ട് സ്നാനത്തിന് ഇറങ്ങാൻ നോക്കിയപ്പം നേതാവിൻ്റെ ഭാര്യ. ഭർത്താവ് അറിയാതെ രാവിലെ സ്നാനത്തിന് വന്ന നനഞ്ഞ തുണി ഒരു ബാഗ് വെച്ചോണ്ട് കയറി ചെന്നപ്പം ഭർത്താവ് ആൾക്കാരെല്ലാം കൂടി നിൽക്കുക. പുള്ളിക്കാരത്തി മനസ്സിലായി ഇന്ന് ഓണമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ചെന്ന പാടെ രാഷ്ട്രീയ നേതാവ് ഇവളെ പൊക്കി ഭിത്തിയിലങ്ങ് നിർത്തി. അവളോട് ചോദിച്ചു, ഇനി നീ സ്നാനപ്പെടുമെന്ന് വെച്ചു. എൻ്റെ പൊന്നച്ച, ഇനി ഒരിക്കലും ഞാനത് പുള്ളി എല്ലാ ആഴ്ചയും മുക്കാന്നാ കണ്ട് മിണ്ടുന്നില്ല. എൻ്റെ പൊന്നച്ച, അച്ഛൻ ക്ഷമിക്കണം, പറ്റിപ്പോയി, ഇനി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല,
സ്നാനം ഒരിക്കലല്ല ഉള്ളോ. അമ്മ നിങ്ങൾ സത്യം. അന്നേരം പുള്ളി നേതാക്കൾ പറഞ്ഞു കേട്ടോ, അവളൊക്കെ ഒരു പറ്റിപ്പോയി, അവൾ ഏതായാലും അങ്ങ് പെട്ടു, അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുക. പിറ്റേ 1 വർഷം തികഞ്ഞപ്പോൾ ആ പിറ്റിയെ നിർത്തിയവനും അതേ ആറ്റി സ്നാനപ്പെട്ടു. ചുമ്മാ കയറി അമ്മ ഉതയ്ക്കാൻ പോകല്ലേ, പണി പാളും. എത്രയോ പേര് നന്നായി ചുമ്മാ നടക്കുന്നവർ. ശൗല് ചുമ്മാ കയറി പള്ളിയെല്ലാം പൂട്ടിക്കാൻ പോയാ. ഇപ്പം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂട്ടിക്കെട്ടിയേച്ച് അകത്ത് കയറി നിന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പറയുന്നതിൻ്റെ സാരം, എതിർപ്പുണ്ടേ ഓർത്തോണം, ഉടനെ വിടുതല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മനസ്സിനെ ഒരു കാരണവശാലും ശത്രു എന്ത് ചെയ്യാൻ പാടില്ല, കീഴടക്കാൻ പാടില്ല. ഇയ്യോബിൻ്റെ പുസ്തകം എടുത്തേ. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2-ാം അധ്യായം 5-ാം വാക്യം. സ്തോത്രം. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസം ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയുന്ന ഉത്തരം പറ. അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. ഇന്നലെ യോഗത്തിൽ എഴുന്നേറ്റ് യേശു എനിക്ക് നല്ലവനായിരുന്നു, എൻ്റെ മോളെ ഇറ്റലി വിടാൻ കർത്താവ് കൃപ ചെയ്തു എന്ന് പറഞ്ഞ നീ, സ്തോത്രം, മൊത്തം കളിപ്പീരാന്ന് അപ്പുറത്ത് മാറി എന്ന് പറയുന്നെങ്കിൽ നിന്നെ കുഞ്ഞപ്പൻ കൊണ്ടുപോയി. സ്തോത്രം. ചിലതൊക്കെ കേൾക്കുമ്പോൾ ഓർത്തോണം, കുഞ്ഞപ്പൻ കൊണ്ടുപോയ കേസ് അതല്ല. നല്ലൊരു ആമയും വരുന്നില്ലല്ലോ. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ശ്രദ്ധിച്ച് കേൾക്കണം. ഇച്ചിരുടെ മുമ്പോട്ട് നമുക്കൊന്ന് ഈ എബ്രായ ലേഖനത്തിൽ പൗലോസ് ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. പൗലോസ് പഠിപ്പിക്കുക 3:12 ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും. അപ്പോൾ അവിശ്വാസമുള്ള ഹൃദയത്തെ ബൈബിളിൽ വിളിക്കുന്ന ഹൃദയം എന്തുവാ? ദുഷ്ടഹൃദയം. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ഹൃദയം അവിശ്വാസമാണോ ഉള്ളത് വിശ്വാസമാണോ ഉള്ളതെന്ന് ചോദിച്ചേ. പറ. കണ്ട മിണ്ടുന്നില്ല. ഹൃദയത്തിൽ എന്തുവാ? ചിലർ 5 വാക്ക് പറഞ്ഞാൽ 4 വാക്ക് അവിശ്വാസേ പറയും. മിണ്ടുന്നില്ല. സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരെ എല്ലാം കൂടെ കൊണ്ടൊരു വെട്ടിനകത്ത് കൊണ്ട് കയറ്റി. സാത്താൻ മാത്രമല്ല വെട്ടിക്കൊണ്ടുവന്ന് തമ്പുരാനെ കൊണ്ട് കയറ്റും. എന്തിനാണെന്നറിയോ? ഈ കർത്താവ് പഠിപ്പിച്ച വല്ലതും നിൻ്റെ അകത്ത് വീണ്. ഈ സാറുമാർ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്നത് എന്തോനാ? പറ. സാറ് 360 ദിവസം തലയലച്ച വല്ലതും നിൻ്റെ തലയെ കയറിയോന്ന് അറിയാനാ ചോദിക്കുന്നത്. അന്നേരം ചുമ്മാ അത് കൈവെള്ളയിൽ എഴുതി കൂട്ടുകാരിക്ക് കാണിച്ചു കൊടുത്തു, ഇതാ ആൻസർ. തുണ്ട് പേപ്പറെ കൊടുത്തതൊക്കെയാ ഇപ്പം ഈ അനുഭവിക്കുന്ന മൊത്തം. അന്ന് ചൊവ്വ പഠിച്ചായിരുന്നെങ്കിൽ മിണ്ടുന്നില്ല. ഇനി ബൈബിൾ പഠിക്കാൻ ഇറങ്ങി ചൊവ്വ പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? ബൈബിള് ചൊവ്വ പഠിക്കുന്നുണ്ടോ? അതുമില്ല. എന്നാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പുസ്തകക്രമം അറിയാവുന്നൊരു കൈ പൊക്കിക്കേ. കണ്ടോ? 4, 3, 7 പേര് കണ്ടോ? പോട്ടെ. സ്വോത്രമൊക്കെ പോയോ? പോട്ടെ. ഞാനൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. ഇനി ദൂതിലോട്ട് വരുവാ, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ഈ സാത്താൻ്റെ ഈ മാർത്തയുടെ ഒരു വലിയ പ്രത്യേകത, മൊത്തം വാക്യം അറിയാം, അവിശ്വാസമാണ്. മൊത്തം വാക്യം മാർത്തയ്ക്ക് അറിയാവുന്ന വാക്യം മറിയയ്ക്ക് പോലും അറിയത്തില്ല. പക്ഷേ വാ തുറന്ന കർത്താവെ അവൻ ഉയർത്തെടുക്കും, ഒടുക്കത്തെ നാൾ ഉയർക്കുമെന്ന് ഞാൻ അറിയുന്നു. അന്നേരം മറിയോട് കർത്താവിന് ഒന്നേ പറയുള്ളൂ, എൻ്റെ പൊന്നു മാർത്തയെ, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. ഇല്ലല്ലോ നീ ഇങ്ങനെ വാക്യം പറഞ്ഞുകൊണ്ട് നടക്കും. വാക്യം പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ, അകത്ത് വചനത്തിൻ്റെ വിശ്വാസം ഉണ്ടാകണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചില ഹൃദയങ്ങളെ നിങ്ങൾക്കറിയോ, ഈ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഈ സ്തോത്രം. അത് ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നവൻ്റെ ഒരു കാര്യമാണ്. യിരെമ്യാ പ്രവചനം 17:5 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ. യഹോവയായ ഞാൻ 17:5 യിരെമ്യാ 17:5 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്നെ ഭുജമാക്കി. അതിനിടെ നിർത്തിയച്ച ഒന്ന് തൊട്ടേച്ച അടുത്ത ആളോട് പറ, മനുഷ്യനിൽ ആശ്രയിക്കല്ലെന്ന് പറ. എന്തോ മനുഷ്യനില്? ഞാൻ നിങ്ങളോട് പറയാം, ഒറ്റ മനുഷ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ആരെങ്കിലും മനുഷ്യരിൽ ആശ്രയിച്ചെങ്കിൽ പരാജയ അല്ല, ദൈവത്തിലെ ആശ്രയിക്കാവൂ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. വാക്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നവൻ മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറി അവൻ ആരാണ്? ശാപഗ്രസ്തനാണ്. അങ്ങനെയാണെങ്കിൽ ആ ശാപം ഇന്ന് അഴിയണം, ആ ബന്ധനം ഇന്ന് അഴിയണം. ഹൃദയത്തെ അവിശ്വാസം കീഴടക്കിയെങ്കിൽ ഈ പൗലോസ് ഈ കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുക, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി
വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇനി ഓർത്തോണം, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, ബാക്കി പറയാമോ, ക്രിസ്തുവിലുള്ള ഏകാഗ്രത. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം ശലോമോന് പറ്റിയ കുഴപ്പം എവിടാന്നറിയാമോ? ഏകാഗ്രത നഷ്ടപ്പെട്ടതാ. സ്തോത്രം. കർത്താവിനെ വിളിക്കുന്ന ഒരു ദൈവപൈതന് ദൈവത്തിൻ്റെ കാര്യത്തിൽ എന്തോ ഉണ്ടാകണം? ഏകാഗ്രത, കോൺസെൻട്രേഷൻ ഭയങ്കര വിഷയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ചുമ്മാ കുറച്ച് കൈ ഇന്ന് പുതിയ പാട്ട് ഇറങ്ങിയാൽ നല്ലതാണ് കേട്ടോ, നല്ല താളമാ ബ്രദറെ, പാടുവാന്ന് ഇങ്ങനെ പാടണമെന്ന് പറഞ്ഞാൽ പാടി വെച്ച് വീട്ടിൽ ചെന്നേച്ച് ഇങ്ങനെ ഇരിക്കുക. എന്തോ പറയാനാ? അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കുക, ഹൃദയത്തിൽ വിശ്വാസം വരണം. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. അപ്പം ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നവൻ ആരാ? സർപ്പം ഹവ്വായെ എഴുതിയിരിക്കുക. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. നിനക്ക് ലഭിക്കേണ്ട വലിയ അനുഗ്രഹത്തെ ചതിക്കുന്ന ഒരു ഉപായമുണ്ട്. എന്നാൽ ദൈവം പറയാം, ഇന്ന് അവനെ അറസ്റ്റ് ചെയ്യണം. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? നിന്റെ ആത്മീക ജീവിതത്തെ തകർക്കുന്ന, നിന്റെ ഭൗതിക ജീവിതത്തെ തകർക്കുന്ന ആ ദുഷ്ടശക്തി. ഓ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, സാത്താന് ഭയങ്കര വശീകരണ സ്പിരിറ്റാ. എന്തുവാ? ഞാൻ അതുകൂടെ പറഞ്ഞ, സാത്താൻ എന്ത് ചെയ്യുക? ഭയങ്കര വശീകരണ സ്പിരിറ്റാ. ഈയിടെ ഞാനൊരു ഫാമിലി പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പം അവർ എന്നോട് പറഞ്ഞു, ഒറ്റ മോളെ ഉള്ളായിരുന്നു. അച്ചായന് വർഷങ്ങളായിട്ട് വിദേശരായിത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും വെളിയിലായിരുന്നു. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി. ഒറ്റ മോളേ ഉള്ളൂ. ആ മോൾ ഇവിടെ കോളേജിൽ പഠിക്കുക. വീട്ടിലെ എല്ലാ കാര്യവും നോക്കാൻ ഒരാളെ കൊണ്ടുവന്നു. എല്ലാ കാര്യവും നോക്കി നടത്തണം. സ്തോത്രം. അങ്ങനെ നോക്കി കല്യാണപ്രായമായിട്ട് കൊച്ചു കല്യാണം സംഭവിക്കത്തില്ല. എല്ലാവരും പറയാം, ഡാഡി പറയുന്നു, മമ്മി പറയുന്നു, മമ്മിയുടെ പൊന്നു മോളല്ലേ, ഞാൻ കൂടെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞ ഈ ചെറുക്കനുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 1 ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് അവൻ കെട്ടിക്കളഞ്ഞു, വശീകരിച്ച് കളഞ്ഞു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഇതൊരു ഭയങ്കര മെസ്സേജാണ്. നിങ്ങളോട് പറയാം, എന്നോട് ദൈവാത്മാ പറയുന്നു, ഇന്ന് ചില വശീകരണ വലയങ്ങളെ ദൈവം മുറിച്ചു മാറ്റും. നിന്റെ ലൈഫിനെ പിടിച്ചൊതുക്കിയ ചില ദുഷ്ടശക്തികൾ, എന്നോട് ദൈവം പറയാം, സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. ഹോശയ്യാവ് ഈ വാക്യമുണ്ട്, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും. പ്രത്യാശയുടെ താഴ്വരയായ ആഖോർ താഴ്വര നിനക്ക് തരും, നിനക്ക് ഈന്തപ്പനകളെ തരും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, തമ്പുരാൻ നിന്നെ വശീകരിക്കുന്നത് ഒരു നന്മയിലേക്കാ. സാത്താൻ നിന്നെ വശീകരിക്കുന്നത് നിന്നെ ബന്ധിക്കാനാ. ഇന്ന് ഈ ആരാധന തീരുന്നതിന് മുമ്പ് ചിലരോടൊക്കെ പരിശുദ്ധാത്മാ പറയുക, നിന്റെ സന്തതിയെ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ വീടിനെ നോട്ടം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ഏകാഗ്രതയെ നശിപ്പിക്കുന്ന, എന്നോട് ദൈവം പറയും, ഇന്ന് ചിലർക്ക് ആരോഗ്യം തിരികെ കിട്ടും. 18 വർഷമായി ബന്ധിച്ചിരിക്കുന്ന ചില രോഗാത്മാവ്, ചില പൈശാചിക ആത്മാവ്, ചില മന്ത്രവാദ ശക്തികൾ ഇന്ന് ആ കെട്ടഴിയാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുക, നിനക്ക് പുതിയ വഴി തുറക്കാൻ പോവുക. ഇന്ന് നിന്റെ കെട്ട് പൊട്ടിയെന്ന്. ചിലരുടെ വസ്തുവിന്മേലുള്ള പിടിവലി നിൽക്കാൻ പോവുക. നിന്റെ കുടുംബത്തിൽ എൻട്രി ചെയ്ത ശാപങ്ങൾ ഇന്ന് അഴിയാൻ പോവുക. സ്തോത്രം ചെയ്യണേ, ചെയ്തോ. സ്തോത്രം ചെയ്യണേ, ചെയ്തോ. യെസ്. ഞാൻ പറയാത്ത കുറച്ച് ബന്ധനങ്ങൾ നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇന്ന് നീ പ്രാർത്ഥിച്ചോ, ഈ ദിവസങ്ങളിൽ നിനക്ക് വിടുതലുണ്ട്. സാത്താന്റെ ബന്ധനങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല, പക്ഷെ ആത്മക്കണ്ണുകൾ കൊണ്ട് കാണാം. ഒന്നുകൂടെ പറയാം, നിന്റെ ഹൃദയം ബന്ധിക്കപ്പെട്ടാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ ആത്മതലത്തിലെ കണ്ണുകൊണ്ട് കാണാം. ഞാൻ ഇന്ന് വെളിപ്പാട് കണ്ടുകൊണ്ടാണ് പറയുന്നത്, ചില ബന്ധനങ്ങൾ അഴിഞ്ഞേ പറ്റൂ. നിന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റിയ ബന്ധനം, നിന്റെ കുടുംബത്തിൽ നിന്ന് സമാധാനം കളയുന്ന ബന്ധനം, നിന്നെ മുഴുവൻ ലോക്കാക്കിയ ബന്ധനം. നിങ്ങളുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ കയറിയിട്ടുണ്ട്. എന്നോട് ദൈവാത്മാവ് പറയുക, ഇന്ന് ആ ബന്ധനങ്ങൾ കണ്ടോ, അവിടെ 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 യെസ്, ഹോളി സ്പിരിറ്റ് ഇതിനകത്തൊരു അഗ്നി ഇറങ്ങാൻ പോവുക. ഇതിന് യെസ്